ഇതെന്താ ഇത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ ഈ പ്രണയം. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഉള്ളത് അറിയുന്ന പോലും ആദ്യമൊക്കെ പറയുമ്പോ പുള്ളി വിചാരിച്ച ഞാൻ വെറുതെ പറയുകയാണ്. പറയാൻ വേണ്ടിയില്ല ലെറ്റർ എഴുതി കൊടുത്തു. മരണപ്പെട്ടതാണ് ഇല്ല എന്നുള്ള ആ തെറ്റിദ്ധാരണ വരും. ഒന്നും ഇനി കണ്ടുമുട്ടുമെന്നും ഒന്നും അപ്പൊ കൊച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആന്റിയെ പറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനത് എന്റെ മക്കളോട് പറഞ്ഞു വന്ന് അത് മാത്രം വേദനിപ്പിക്കുന്നതായിട്ട് തോന്നി. ഒക്ടോബർ 21. പ്രണയത്തിനും പ്രണയിക്കുന്നതിനും പ്രായം വെറും നമ്പർ മാത്രമാണ്. കുട്ടിക്കാലത്ത് നാട്ടുകാരിയായ പാവാടക്കാരിയോട് മനസ്സിൽ തോന്നിയ ആദ്യ പ്രണയം 45 വർഷങ്ങൾക്കിപ്പുറമാണ് ഇവിടെ പൂവണിയുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം സ്വദേശികളായ 66 വയസ്സുള്ള ജയപ്രകാശും 59 വയസ്സുള്ള രശ്മിയും തമ്മിലുള്ള വിവാഹം മക്കളും ബന്ധുക്കളും മുൻകൈയെടുത്ത് നടത്തിയത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹത്തെക്കുറിച്ചും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രണയത്തെക്കുറിച്ചും ഭാവി പ്രതീക്ഷകളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്ന് പങ്കുവെക്കുകയാണ് നവദമ്പതികൾ. രണ്ടുപേരും ഒരുമിക്കാൻ തീരുമാനിക്കുന്നു. 3 ദിവസം ആയതേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അതെ, ഹാപ്പിയാണ്. എവിടെയായിരുന്നു കല്യാണം? എറണാകുളം ഇടപ്പള്ളിയിലെ 5 മന എന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഇടപ്പള്ളി. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പം 3 വർഷത്തോളമായി. മുണ്ടക്കൽ തന്നെയാണ്, കൊല്ലം മുണ്ടക്കൽ. ഞാനും കൊല്ലം മുണ്ടക്കൽ തന്നെ. ഞങ്ങള് എന്റെ മകള് ഫാമിലി അവിടെയാണ്, ഇളയാള്. ഏറ്റവും കൂടുതലും സന്തോഷമായിരുന്നത് മക്കളാണ്, രണ്ടുപേരുടെയും മക്കൾക്കായിരുന്നു സന്തോഷം. നേരത്തെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരു 200 റേഡിയസിന് കൊല്ലത്ത് ഈ മുണ്ടക്കല് നമ്മളെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ ഒരു 100 മീറ്റേഴ്സ് പുറകിലായിട്ട് രശ്മിയുടെ വീടും 100 മീറ്റേഴ്സ് മുന്നിലായിട്ട് എൻ്റെ വീടും. അതുകൊണ്ട് പിന്നെ കാണാനുള്ള ചാൻസ് കൂടുതലായിരുന്നു മുമ്പ്. അന്നത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇന്നത്തെ കണക്കൊന്നുമല്ല. കാണുക, പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസി ടാസ്ക് അല്ല. മിണ്ടിയിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഉള്ളത് അറിയുന്ന പോലും ഈ 40 വർഷം കഴിഞ്ഞ് ഇപ്പോഴ് സംസാരിക്കുമ്പോഴാണ്. പിന്നെ പ്രത്യേകിച്ച് ലക്ഷ്മി പറഞ്ഞ ഒറ്റ മകളായതുകൊണ്ട് പുറത്തോട്ട് വരുമ്പോ ഒന്ന് അമ്മയോ അച്ഛനോ ആരെങ്കിലും കൂടെ കാണും. ലക്ഷ്മി ജസ്റ്റ് SLC പാസ്സായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വരുമായിരുന്നു. 81, 82 ആണെന്ന്. SLC പാസ്സായത് 81. അതാണ് എക്സാക്ട് പൊസിഷൻ. അതാണ് SLC കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടല്ലോ കോളേജിൽ പോകാൻ, പ്രീഡിഗ്രിക്ക് പോകാൻ. അതെ, 81 SLC പാസ് ഔട്ട് ആവുന്നത്. കറക്റ്റ്. അതായിരിക്കും കോളേജിൽ. അന്നൊന്നും നമുക്ക് അങ്ങനെ ഒന്നും പ്രണയം അതുണ്ടെങ്കിൽ പോലും അത് പറയാനോ അത് കേൾക്കാനോ ഒന്നും ഉള്ള സാഹചര്യം ഒന്നും ഇല്ല. അന്ന് പറഞ്ഞിട്ടും ഇല്ല. അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നത് പോലും ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്. ഇഷ്ടം നോക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും സംസാരിച്ചിട്ടും ഇല്ല, സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടും ഇല്ല. അല്ല, അങ്ങനെ അന്ന് പോയി എഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്നത്തെ കുട്ടികളെ അങ്ങനെ ഇപ്പോഴത്തെ കണക്കോ അല്ലെ ഒരു 10-15 വർഷം മുമ്പുള്ള കണക്കോ പെണ്ണുങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോ ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യ പ്രണയം തോന്നുന്നത് അല്ലെ? അതെ, മനസ്സിൽ തോന്നുന്നത്. പക്ഷെ 45 വർഷങ്ങൾ ഇപ്പുറമാണ് തുറന്നു പറയാനും ഒരുമിക്കാനും പറ്റിയത്. പക്ഷെ ഇതിനിടയ്ക്ക് ഒന്നും ഈ ഒന്ന് പറയാനോ കാണാനോ പിന്നെ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരാളിനെ. അന്നത്തെ പ്രണയം ആദ്യം തോന്നിയ സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയില്ലേ? പറയാൻ വേണ്ടിയില്ല ലെറ്റർ എഴുതി കൊടുത്തു. അത് ലെറ്റർ എഴുതി എന്റെ കയ്യിൽ തന്നതല്ല. എന്റെ അച്ഛൻ ഒരു ഡയറി മീറ്റിങ്ങിന്റെ ഒരു
ഇതും അവിടെ ഓഫീസിൽ നിന്ന് മീറ്റിങ്ങിന്റെ ഇൻവിറ്റേഷനോ ഓഫീസിൽ നിന്ന് ഒരു ഡയറി പോലെ ഒരു സാധനം തന്നിട്ട് ഫാദറിന്റെ കൊടുത്തേക്കാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഞാനവിടെ വർക്ക് ചെയ്യുന്നില്ല, അന്നേരം അപ്പം അതിന്റെ കമ്മിറ്റിയിലുള്ള പറഞ്ഞതല്ല, അവിടുന്ന് ഓഫീസിൽ അല്ല, ഞാൻ ക്ലാസ്സിൽ കൊണ്ടിട്ട് ടീച്ചറോട് ടീച്ചർ ഇത് രശ്മിക്ക് കൊടുക്ക്, രശ്മിയുടെ ഫാദറിനുള്ളതെന്ന്. അന്നേരം ടീച്ചർ കൊടുക്കും. ഞാനത് ഡയറി പോലത്തെ ഒരു അതാ എന്താണെന്നൊന്നും തുറന്നു നോക്കിയില്ല. ഞാൻ അതേപോലെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അച്ഛനും അത് ഡയറി ആയതുകൊണ്ട് അച്ഛനും അതങ്ങ് മേശപ്പുറത്തോട്ട് വെച്ച് തുറന്നു നോക്കിയില്ല. പിറ്റേന്ന് എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ലാതെ വന്നപ്പോഴാണ്, അതിപ്പോഴാണ് പറയുന്നത്, അന്നൊന്നും പറഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നെന്ന്. അപ്പം മനസ്സിലാക്കിയപ്പോ അത് തിരിച്ചത് വാങ്ങിപ്പിച്ചു വീട്ടിൽ നിന്ന്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഡയറി തിരിച്ച് അപ്പൊ അന്നത് അച്ഛൻ കണ്ടിരുന്നെങ്കിൽ അത് പ്രശ്നമായ വേറെ. അപ്പൊ അന്ന് അത് അച്ഛൻ കണ്ടില്ല. അത് അങ്ങനെ ഒരു ലെറ്റർ തന്നതായിട്ട് എനിക്കും അറിയില്ല. ഈ 45 വർഷം വരെ എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട ആളിനെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞാൻ വളരെ സന്തുഷ്ട. ഇല്ല അദ്ദേഹത്തിന് വേറെ ജീവിതം. എനിക്കും നല്ലൊരു പാർട്ട്ണറെയാണ് കിട്ടിയത്. അങ്ങേയറ്റം സ്നേഹമുള്ള ഒരാൾ തന്നെയായിരുന്നു എൻ്റെ പാർട്ട്ണറും. ഇദ്ദേഹത്തിന്റെ വൈഫും അങ്ങേയറ്റം സ്നേഹമുള്ള ഒരു പാർട്ട്ണറായിരുന്നു. അവരും നല്ലൊരു സന്തോഷമായ ഒരു ഫാമിലി ലൈഫായിരുന്നു രണ്ടുപേരും. മാറിപ്പോയി. മരണപ്പെട്ടതാണ്. 10 വർഷം കഴിഞ്ഞു. 5 വർഷം വൈഫ് മരിച്ചിട്ട്. അതെ. ചില സോഷ്യൽ മീഡിയയിലൊക്കെ അത് പലരും അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. 40 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് വരെ മീഡിയകൾ പറയുന്നു. പ്രണയം എന്ന് പറഞ്ഞൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ഇല്ല എന്നുള്ള ആ തെറ്റിദ്ധാരണ വരും. കാരണം അങ്ങേയറ്റം ഞങ്ങൾ രണ്ടുപേരും അങ്ങേയറ്റം സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പാർട്ട്ണർ പോയി. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരാള് അങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇനി കണ്ടുമുട്ടുമെന്നും ഒന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. മനസ്സിൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ആ ഒരു ലൈഫ് തീർന്നു. ഇനി ഒരു ലൈഫ് അങ്ങനെ ഇങ്ങനെ ഒരു വിവാഹ ജീവിതം ഇനി എന്റെ മനസ്സിലുണ്ടായിരുന്നതേ ഇല്ല. അങ്ങനെ ഒരു രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. 2 പെൺകുട്ടികള് പലപ്പോഴും ഫോഴ്സ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ ഒരു ദിവസം യാദൃശ്ചികമായിട്ടാണ് ഇദ്ദേഹം വിളിക്കുന്നതും സംസാരിച്ചെങ്കിലും വിവാഹം കഴിക്കണമെന്നോ അത് ഒരുമിച്ച് ജീവിക്കണമെന്നോ ഒന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. കാഷ്വൽ. ആദ്യം ചോദിച്ചത് എവിടായിരുന്നു, എങ്ങനായിരുന്നു, ഫാമിലിയെ പറ്റി ചോദിച്ചു. എന്നിട്ട് പിന്നെ പതുക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അന്നേരം എനിക്ക് അതിശയം തോന്നി. കാരണം ഇങ്ങനെ ഒരു ലെറ്റർ തന്നതായിട്ടും ഒക്കെ ഈ 45 വർഷത്തിന് മുമ്പ് നടന്ന കാര്യം. ഒരു ബുക്ക് തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് അച്ഛൻ്റെ ഞാൻ കൊണ്ട് കൊടുത്തതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ അത് തിരിച്ചു വാങ്ങിച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. തിരിച്ചു വാങ്ങിച്ചത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളതും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ സംസാരിച്ചപ്പോഴാണ് അത് പറയുന്നതും അതിങ്ങനെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു എന്ന്. ലെറ്റർ എന്ന് പറയാനൊന്നും ഇല്ല അല്ലേ, 2-3 വരിയാണ്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അല്ല, ഒരു ഇംഗ്ലീഷിലെ 2 വാക്ക് ഉണ്ടായിരുന്നു. പഴയകാല പ്രണയത്തിലൊക്കെ കവിതകളാണ്, പാട്ടുകളും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് അങ്ങനെ കൊടുത്തിട്ട് ചേച്ചി കാണാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അന്ന് എന്ത് തോന്നിയത്? വിഷമമായിരുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അങ്ങനെ വലിയ ശ്രമം നടത്തിയില്ല. ഇല്ല. ലക്ഷ്മിക്ക് എറണാകുളം വിട്ട് കൊല്ലത്തൊന്നും താമസിക്കാനും പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്. എന്നാലും ജസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളതിൽ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം അവതരിപ്പിച്ചല്ലോ. അപ്പൊ അത് പറയാമെന്നിങ്ങനെ ഒരു ഇത് വന്നത്. ഇനിയിപ്പോ പറയാം അന്നത്തെ പറ്റിയില്ലല്ലോ. അന്ന് അത് എത്രയും കക്ഷേ ഉള്ളായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ലോ. ഇപ്പൊ ആരുടെ നിന്നും പറയാനുള്ള ഇതുണ്ടല്ലോ. നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ട്. ഫോണിൽ തന്നെ പറഞ്ഞു. നേരിട്ട് കണ്ടത് പിന്നെയും ഒത്തിരി നാളുകൾക്ക് ശേഷം.
ഈ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന സമയത്ത് ഈ കാര്യം അന്നുണ്ടായ കാര്യം പറഞ്ഞു? അതാദ്യം തന്നെ അത് ആദ്യം തന്നെ പറഞ്ഞു. ആദ്യം പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത്. അത് ബുദ്ധിപൂർവ്വം നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കല്യാണം കഴിക്കുന്നില്ല എന്നൊരു തീരുമാനത്തല്ലേ ചേച്ചി? അല്ല, അത് ഞാൻ പറയുകയും ചെയ്തു, ഞാനൊരു വിവാഹം കഴിക്കാൻ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചലനം ഉണ്ടാവുമല്ലോ. അതായിരിക്കും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. ഒരുപാട് അങ്ങനെ ഒരു അധികമായിട്ട് പ്രണയം ഇങ്ങനെ അഭിനയിച്ച് വലിയ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് എനിക്ക് തോന്നി. ജെന്യൂൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നി. നല്ലൊരു സുഹൃത്ത്, അത്ര അതിനപ്പുറത്തോട്ടൊന്നും ചിന്തിച്ചില്ല. സംസാരിച്ചപ്പോൾ സംസാരിക്കുന്നതിൽ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസം പിന്നെ വിളിച്ചില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വിളിച്ചത്. ഈ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മക്കളുടെ അടുത്തൊക്കെ പറയാം. അപ്പൊ പറഞ്ഞാൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജക്ഷൻ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, 100% അവരൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്നത്. അവർക്ക് നമ്മളുടെ ഹാപ്പിനെസ് എന്താണ്, അതാണ് അവരുടെ ഹാപ്പിനെസ്. കൂടുതൽ ഇഷ്ടം തോന്നിയത് ഇദ്ദേഹത്തിന് വൈഫിനോടുള്ള സ്നേഹവും മക്കളോടുള്ള സ്നേഹവുമാണ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അങ്ങനെ ഒരാള്, നല്ല ഒരാൾ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ആ വൈഫിനെ ഇത്രയും സ്നേഹിച്ചു, മക്കളെ സ്നേഹിക്കുന്നു, മരുമക്കളെ സ്നേഹിക്കുന്നു, എല്ലാം അതിനൊരു വേർതിരിവില്ലാതെ അവരെ സ്നേഹിച്ചു. അപ്പം എനിക്കും അങ്ങനെ ഒരു മനസ്സിലൊരു ഇഷ്ടം അന്നേരം തോന്നി. അങ്ങനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാള്, ഇനി വരുന്ന ആൾ, അത് ഞാനാവണമെന്ന് ഞാൻ ചിന്തിച്ചില്ല, ഇനി വരുന്ന ഒരാളും. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, ഒരു വിവാഹം കഴിക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, പിന്നെ തീർച്ചയായിട്ടും നല്ലൊരാളെ തന്നെ കിട്ടും, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലക്ഷ്മിയെ കണക്ക് ഒരാളെ തിരക്കേണ്ടി വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. സ്പാർക്ക് ചെയ്ത് അപ്പോഴും ഞാൻ പറഞ്ഞു, രശ്മിയെ പോലെ ഒരാളിനെ കിട്ടണമെന്നല്ല, രശ്മിയേക്കാൾ നല്ലൊരാളിനെ കിട്ടും എന്ന് പറഞ്ഞു. ആ, രശ്മിയെ കിട്ടൂല, രശ്മിയേക്കാൾ നല്ലൊരാളിനെ കിട്ടുമെന്ന് പറഞ്ഞു. അതിന് ഞാനും ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോഴ് അതിനുവേണ്ടി ഞാനും ശ്രമിക്കാം, ഞാനും പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അല്ല, പിന്നെ പ്രത്യേകിച്ചൊന്നും എനിക്കറിയാം, അത് വേറെ ഒരിടത്തേ പോകത്തില്ല, എവിടെ പോകാൻ. അവൻ ഞാനത് എൻ്റെ മക്കളോട് പറഞ്ഞു വന്ന്, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മക്കളോടെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് പണ്ടേ പറയുമായിരുന്നു. അത് എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ മക്കളുടെ അച്ഛൻ, അപ്പം എല്ലാം ഫ്രീ ആയിട്ട് എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം അവിടെ അങ്ങനെ ഒരു വേർതിരിവില്ലായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും. അപ്പൊ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഞങ്ങൾ സംസാരിക്കാൻ. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ആദ്യം വിളിച്ച മുതലേ ഉള്ള കാര്യങ്ങൾ മക്കളോട് പറയാൻ തുടങ്ങി. അപ്പോഴും മക്കൾ പിന്നെ അത് അങ്ങനെ ആരാണ് എന്നൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഒന്ന് കാണണം, പിന്നെ നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല മോളെ. ഒന്നാമത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കൊരു കൊച്ചുമോളുണ്ട്, അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കും. മോള് പിന്നെ രാവിലെ കൊല്ലം എറണാകുളം പോയി വരികയാണ്. അപ്പൊ അവള് രാവിലെ 3:30 എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി. കൊല്ലം SM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇളയ മോള്. മൂത്താളെ മുംബൈയിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പൊ രണ്ടുപേരും, മൂത്താള് അന്യനാട്ടിലല്ലേ. പിന്നെ ഇവളെയും എനിക്ക് അങ്ങനെ കിട്ടാറില്ല, വലിയ പാടാണ്. രാത്രി 8:30 ആവും വരുമ്പോ. അപ്പൊ അതുവരെ ഞാൻ കൊച്ചുമോളെ ടേക്ക് കെയർ ചെയ്യും. പിന്നെ അവളുടെ കാര്യങ്ങൾ അപ്പൊ ഞാൻ പോയാൽ എന്ത് കഷ്ടമല്ലേ എന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അത് ഞാൻ മക്കളോട് പറഞ്ഞു, അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ അങ്കിള് പറഞ്ഞപ്പോഴാണ് മോളെ അറിഞ്ഞത്. അവർക്കപ്പം അങ്കിളിനെ കാണണമെന്ന് തോന്നി. പിന്നെ മക്കളുടെ ഡീറ്റെയിൽസും മരുമക്കളുടെ എല്ലാം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ അവര് പറഞ്ഞ നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്താലോ എന്ന് പറഞ്ഞു. പബ്ലിക്കിനെ ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളാണ്. ഏത് വിഷയത്തിലും ഈ പല അഭിപ്രായങ്ങളും പലരും പറയാറുണ്ട്. നമ്മുടെ ലൈഫിൽ അതൊന്നും തൊട്ടുന്ന കാര്യമല്ല. നമ്മുടെ ലൈഫ് നമ്മളാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കണം, നമുക്കൊരു കഷ്ടകാലം വരും.
അതായത് നമുക്കൊരു ദുഃഖം വന്നാലും നമ്മൾ തന്നെയാണല്ലോ. അതെ, എല്ലാവർക്കും സന്തോഷമായിരുന്നു. എൻ്റെ കൊച്ചുമോള് വരെ എന്നെ സപ്പോർട്ട് ചെയ്തു. കൊച്ചുമോള് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞാനുമായിട്ട്. പക്ഷെ അവൾക്കും വലിയ സന്തോഷമായിരുന്നു. അമ്മമ്മയ്ക്ക് ഒരു കൂട്ട് വരികയല്ലേ, വേണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കൊല്ലത്താണ് ഇവിടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ 3 ട്രിപ്പൊക്കെ പ്ലാനിങ് ഉണ്ടോ? അങ്ങനെ എന്തൊക്കെയാണ്? ഓ ശരി. അങ്ങനെ ആരുടെ ഒരു പ്ലാനാണ്? അല്ല, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഒരു ദിവസം എന്നോട് പാസ്പോർട്ടിന്റെ കോപ്പി ചോദിച്ചു, ഞാൻ അയച്ചു കൊടുത്തു. എന്തിനാന്ന് പിന്നെ ഞാൻ ചോദിച്ചിട്ടും ഇല്ല. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ കൺവീനിയന്റ് ഡേറ്റ് ആണോ, ഇത്രയും ദിവസം ഉണ്ടാവില്ല, എന്നിട്ട് എവിടെ ആണെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത്. ഈ കല്യാണം കഴിഞ്ഞ കാര്യം നാട്ടിലുള്ള കൂട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ലോകം മുഴുവനും അറിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാ. എൻ്റെ അമ്മാവന്മാരും അമ്മാവിമാരും കുഞ്ഞമ്മമാരും എല്ലാം ഉണ്ടൊക്കെ തന്നെ കുറെ പേരുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ്. എൻ്റെ മരുമകൻ ആണ് എല്ലാവരെയും വിളിച്ച് ഈ കാര്യം ആദ്യം പറയുന്നത്. എല്ലാ കാരണവന്മാരെയും ആദ്യം മൂത്തമ്മാവൻ സുവർണകുമാറാണ്, അദ്ദേഹത്തിനെ വിളിച്ചാണ് അമ്മാവൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞുള്ള അമ്മാവന്മാരെ എല്ലാം വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ ആരും ഒരു നെഗറ്റീവായിട്ട് ആരും പറഞ്ഞില്ല. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ എന്നാ പറഞ്ഞു. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. കമന്റുകളല്ല, കമന്റുകൾ മീൻസ് ഈ 40 വർഷമായിട്ട് പ്രണയിച്ചുകൊണ്ട് നടക്കുകയായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് കേൾക്കുമ്പോ അതൊരു അപ്പൊ നമ്മള് അതെ ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഉള്ള ഒരു പ്രണയമല്ല അത്. എന്നിട്ട് അങ്ങനെ പറയുമ്പോ നമുക്കത് വേദന ഉണ്ടാവും. കാരണം എന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഇപ്പം എൻ്റെ മക്കളുടെ അച്ഛൻ പോയിട്ട് ഇപ്പൊ 10 വർഷമായി. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരങ്ങള് ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് ഞങ്ങളെ സ്നേഹത്തോടെ അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ടാ പോയത്. അപ്പം സിസ്റ്റേഴ്സ് വന്നു, ചേട്ടൻ വന്നു. ചേട്ടൻ വിദേശത്തുള്ള ചേട്ടനും ചേട്ടത്തിയും അവര് തലേന്നേ വന്നു. അവര് ആദ്യം മുതലേ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇദ്ദേഹത്തിനെ വിളിച്ചു. ചേട്ടൻ സനൽകുമാറാണ്, ചേട്ടത്തി ഗീത, രണ്ടുപേരും സംസാരിച്ചു. അന്ന് മുതൽ ഇത്രയും ദിവസം വരെ അവർ സംസാരിച്ചു. 2-3 പ്രാവശ്യം സംസാരിച്ചു. അവര് തന്നെ ഷോക്ക്ഡായി. ഇതെന്താ ഇത്, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ ഈ പ്രണയമെന്ന്. ഈ 40 വർഷം പ്രണയിച്ചുകൊണ്ടിരുന്നെന്നുള്ളത് അത് ഒരു തെറ്റായ ഒരു ധാരണയായി എല്ലാവരും മിസ്ലീഡ് ചെയ്തതല്ലേ ഈ ചാനലുകാർ ശരിക്കും. അത് മാത്രം വേദനിപ്പിക്കുന്നതായിട്ട് തോന്നി. പിന്നെ സത്യം അറിയാവുന്നവർക്ക് അറിയാം. നാച്ചുറലായിട്ട് ചോദിച്ചില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അവരറിഞ്ഞപ്പോ ഉണ്ടാകുന്ന ഒരു സംഭവം വർഷങ്ങൾക്ക് ശേഷം അത് തന്നെ അങ്ങനെ ഒരു നല്ലതാ, മുന്നോട്ട് പോയാലാണ്. ഇപ്പൊക്കെല്ലാം അറിയാം, അവർക്കെല്ലാം ഇവരെ അറിയാം, ഫാമിലി അറിയാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി നോക്കുമ്പോൾ എന്റെ വൈഫിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. ഒരുപാട് സിമിലാരിറ്റീസ് സ്വഭാവത്തിൽ തന്നെ. അതൊന്നും എനിക്കറിയില്ല, ഞാൻ ആളിനെ കണ്ടിട്ടില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോ ഇതുപോലെയായിരുന്നു വിജയം ചെയ്യുന്നത്. ചിലർ പറയും പാർട്ട്നേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ മോനേട്ടിനെ കുറിച്ചും പറയാറുണ്ട്, ഇദ്ദേഹം വിജയെ കുറിച്ചും പറയാറുണ്ട്. പക്ഷെ എനിക്ക് അത് ഹാപ്പിനെസ്സേ തന്നിട്ടുള്ളൂ. രണ്ടുപേരുടെ മനസ്സിൽ ഈ ഭാര്യ എടുത്താലും അല്ലെങ്കിൽ ഭർത്താവ് എടുത്താലും ആ ഒരു തീവ്രമായ ഇഷ്ടം രണ്ടുപേരുടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കമ്പാരിസൺ ഉണ്ടാവുന്നത്. അതെ, ഒരേപോലെ ഒരേപോലെ 2 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ.
87. മോളുടെ മൂത്ത മോളുടെ 88. മക്കള് ഞങ്ങളുടെ മക്കളും ഒരേ പ്രായമാണ്. മൂത്ത മോള് ഇവിടുത്തെ മൂത്ത മോന്റെ പ്രായം, ഇളയ മോള് ഇവിടുത്തെ ഇളയ മോന്റെ പ്രായം. അപ്പം മക്കള് മരുമക്കളും അവരുടെ സ്നേഹമാണ് ഒരുപാട് അങ്ങ് ഇഷ്ടമായത്. അവര് രോഹിത്തും റോഷനും അവരൊക്കെ എൻ്റെ മക്കൾ തന്നെയാണ്. അവര് എനിക്ക് അന്യതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എൻ്റെ 2 പെൺമക്കള് പോയിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് അവരെ വിളിക്കാൻ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മിസ്സിങ് തോന്നുന്നില്ല. അല്ല, കേട്ടാലും അവർക്ക് അറിയാതെ അവര് പറയില്ല. അന്നത്തെ ആളെ ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയുണ്ട്. ഇങ്ങനെ അവിടെ നമ്മളിങ്ങനെ നോക്കിയിരിക്കാറില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കുമ്പോ എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഇഷ്ടമുള്ളത് പോലെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, സംസാരിച്ചിട്ടുമില്ല. അന്ന് അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അവിടെ വെളിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പൊ ഉണ്ട്. എന്റെ മനസ്സിൽ അന്നത്തെ പിക്ചറാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ആ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ അന്ന് അയച്ചതല്ല, അത് തെറ്റിദ്ധരിക്കല്ലേ. ഇപ്പൊ അയച്ചു. ഇപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല, ഇപ്പം എന്നോട് പറഞ്ഞു അന്നത്തെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യമൊന്നും അയച്ചു കൊടുത്തില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അയച്ചു കൊടുത്തപ്പോ അപ്പൊ എന്തായാലും ചോദിക്കല്ലോ, ആരെന്തും ചോദിക്കില്ല. മിക്കവാറും എന്റെ ക്ലോസറ്റ് ചോദിച്ചു. കണ്ടിട്ടില്ലല്ലോ. പക്ഷെ എന്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാൻ മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല. മനസ്സിലായി. ആളൊരു സ്വഭാവത്തിലൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ്? ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതിനപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല ഇതുവരെ. ദൈവത്തിന് ഇങ്ങനെ ഒരാളിനെയാണ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന, ഒരുപാട് പുന്നാരവും പ്രകടനവും ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരാൾ തന്നെയാണ്. അത് അന്നും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അന്ന് ഈ പിന്നെ വെറും വാക്കുകളൊന്നും ഫോണിൽ കൂടെ സംസാരിച്ചിട്ടില്ല. ഒരു ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യൻ, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാൻ. വെബ് സീരീസ്, ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തു. 6 മാസമായിരുന്നു ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് എൻ്റെ മരുമകൻ സെന്തിലാണ് എന്നെ ആദ്യമായിട്ട് അതിനുള്ളൊരു അവസരം തന്നത്. ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോ ഒരു ഡിപ്രഷൻ പോലെ വരുമ്പോ എല്ലാരും അങ്ങ് പോകുമ്പോ ഒറ്റയ്ക്കല്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് എന്റെ മോനോട് പറഞ്ഞായിരുന്നു. അപ്പോഴ് സീരിയൽ ഫീൽഡിലല്ല, കൈരളിയിൽ 18 വർഷമായിട്ട് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. ആദ്യമൊക്കെ പറയുമ്പോ പുള്ളി വിചാരിച്ച ഞാൻ വെറുതെ പറയുകയാണെന്നാ. അങ്ങനെ പിന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ അതിന് ഒരു അവസരം കിട്ടി. അങ്ങനെ ചെയ്തപ്പം നല്ലതാണമ്മേന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ അത് കണ്ടിട്ട് ആണ് പിന്നെ ഇവിടെ കൊല്ലത്ത് ചിരിമിഠായി ഗോവൻ ചേട്ടന് അത് ഷോർട്ട് ഫിലിം ആണ്. അത് ചെറിയ ചെറിയ എപ്പിസോഡായിട്ട് 2 minutes 3 minutes ആയിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം അത് ഒരു 100 എപ്പിസോഡ് ആവുന്നു. ഇപ്പം വർഷങ്ങളായിട്ട് ചെയ്യുന്നതാ ഷോർട്ട് ഫിലിം. ആദ്യത്തെ ഷോർട്ട് ഫിലിമില് പിന്നെ എനിക്കൊരു അവസരം തന്നു. മധുവണ്ണനാണ് അത്. നമ്മുടെ തൊട്ട് നെയ്ബറാ. മധുവണ്ണനാണ് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടുമാണ്. എനിക്ക് നമ്പർ തന്നു. ഫ്രണ്ട് മധുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ സ്ത്രീകളെ ലേഡീസിനെ കിട്ടുമെന്ന് ഇങ്ങനെ ചോദിച്ചു. ഇപ്പൊ ഉള്ള വീട്ടമ്മമാരൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ പറഞ്ഞപ്പം ലക്ഷ്മിയുടെ പേര് പറഞ്ഞു. ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം അവര് മധുവിന്റെ നെയ്ബറാണ്, തൊട്ട് നെയ്ബർ. അങ്ങനെ ഞാൻ മധുവിന്റെ നമ്പർ മേടിച്ചു. എന്നിട്ട് അതിനെ അന്ന് രാത്രി തന്നെ വിളിച്ച്. അതെ അതെ, ഞാൻ ഒക്ടോബർ 21. ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. പിന്നെ അമ്പിളിന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. അല്ല ഇതിനും അതിനു മുമ്പ് ഉണ്ട്. ആദ്യം പ്രേമലേഖനം കൊടുത്ത ആളില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ വൈഫിന്റെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, ഈ മാരേജ് ഇയർ, മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഏജ് ഒക്കെ ഒരുപാട്. നമ്മളൊരു പുതിയ
ഫാമിലി തോന്നത്തില്ല. തോന്നുന്നില്ല. പഴയ ലൈഫ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഫീലിംഗ് സിമിലാരിറ്റി ഉണ്ടായത് അങ്ങനെ തന്നെ. അങ്ങനെയാ തോന്നുന്നത്. പിന്നെ അതിന്റെ നേച്ചറൊക്കെ അങ്ങനെ പിന്നെ ഇച്ചിരി കുട്ടിത്തോണ്ടെന്നേ ഉള്ളൂ. എന്താണ് അതിലേക്ക് എല്ലാം വിധിയുടെ കണക്കാണ്. അത് ഒരു കെയറിങ്ങും ഒരു സ്നേഹവും നമ്മൾ ആരും തരാനില്ലാത്ത ഒരു ആ സ്പേസ് വാക്കുവാണ്. ആർക്കും ആരും പകരമാവില്ലല്ലോ, അതാവില്ല എങ്കിലും ഒരുപാട് കംഫർട്ടബിൾ ആണ്. അപ്പൊ എന്തായാലും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം വളരെ സന്തോഷമുള്ള, പരസ്പരം മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പോട്ടെ എന്നുള്ള ആശംസയാണ് രണ്ടുപേർക്കും പറയാനുള്ളത്. Saudi, and everything moved on. He had his own life. He had us. She had his own life. She had her own kids, and now they got a chance to reconnect again, and they've decided that they would like to spend their time together. This is what I was. I think it was really nice experience because I'm also a foreigner. I don't know if I can speak the same language with everyone around me. I didn't know how everyone would be. So everyone was super friendly. Rashmi and her daughters were very welcoming. So yes, I think that's it. കൊച്ചച്ഛനാണ്. ഹാപ്പിയാണ്. കാരണം കൊച്ചച്ഛൻ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുമായിരുന്നു. വീട്ടില് അങ്ങനെ കുഞ്ഞോ മരിച്ചതിന് ശേഷം ആരും അങ്ങനെ ഇല്ലായിരുന്നു ഇവിടെ. കൊച്ചിന് മക്കളൊക്കെ പുറത്തല്ലായിരുന്നു. അപ്പം എന്നാലും ഞാനും ഹസ്ബൻഡും മോളുമാണ് എപ്പോഴും കൊച്ചിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നത്. എല്ലാ ഫംഗ്ഷനും കാര്യങ്ങൾക്കും എല്ലാം നമ്മളാണ് കൂടുതൽ ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നത്. അപ്പൊ ഹാപ്പിയാണ്. ആന്റി നല്ലൊരു ലേഡിയാണ്. ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു കർഷകരുടെ ഒരാളെ തന്നെയാണ് അത് കൊച്ചനെല്ലാം ഷെയർ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ കൊച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആന്റിയെ പറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനു മുന്നേ പറഞ്ഞായിരുന്നു. അതിനുശേഷമാണ് കൊച്ചനും ആന്റി ആയിട്ടുള്ളതൊക്കെ കാര്യങ്ങളെല്ലാം കൊച്ചൻ പറയുമായിരുന്നു. കുടുംബം ഒന്നടങ്കം വലിയ സന്തോഷത്തിലാണ്. ആണ് എല്ലാരും ഹാപ്പിയാണ്.